സ്ക്രീൻ അറ്റ്മോസിലേക്ക് മെൽക്കോ, വെൽക്കം എന്ന വാക്കിന് പകരം മെൽക്കോ എന്ന് നമ്മളെ പറയാൻ പഠിപ്പിച്ച ഒരു സംവിധായകനുണ്ട്, ഷാഫി. സിദ്ദിഖ് ലാലിന് ശേഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തുടർച്ചയായി 6 ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത അനുഗ്രഹീത സംവിധായകൻ ഷാഫി. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പമില്ല. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. പ്രണവം ആർട്സ്, ആശീർവാദ് സിനിമാസ്, പ്ലേ ഹൗസ്, മമ്മൂട്ടി കമ്പനി, നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പ്രൊഡക്ഷൻ ഹൗസുകളാണ് ഞാനീ പറഞ്ഞത്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. പ്രണവ് ആർട്സിൻ്റെ ബാനറിലാണ് ലാലേട്ടൻ ആദ്യമായി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. ആദ്യ ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള, സിബി മലയിൽ ലോഹിതദാസ് ടീമായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കൈതപ്പുറം രവീന്ദ്രൻ ടീമിൻ്റെ സംഗീതം. പ്രമദവനം എന്ന പാട്ടൊന്നും ആരും പെട്ടെന്ന് മറക്കില്ല. സിനിമ കലാപരമായും സാമ്പത്തികമായും വലിയ വിജയമായി മാറി. സ്വാഭാവികമായും അടുത്ത സിനിമയുടെയും സംവിധാന ചുമതല സിബിയിലേക്ക് വന്നു ചേർന്നു. സിനിമ ഭരതം, തിരക്കഥ ലോഹിതദാസ് തന്നെ, സംഗീത വിഭാഗവും സെയിം ടീം തന്നെ കൈകാര്യം ചെയ്തു. അതും വലിയ വിജയമായി. അടുത്ത സിനിമയും അങ്ങനെ അവരിലേക്ക് തന്നെ എത്തുന്നു. കഥ ആയിട്ടില്ല. ലോഹിതദാസ് കഥയുടെ അന്വേഷണത്തിലാണ്. അപ്പോൾ വരുന്നു മമ്മൂക്കയുടെ ഫോൺ കോൾ. എന്തായി കഥയെന്ന് ചോദിച്ചു. ലോഹി പറഞ്ഞു, ഒന്നുമായില്ല മമ്മൂക്ക എന്ന് പറഞ്ഞു. കഴിഞ്ഞ സിനിമ ഭരതം നീ സംഗീതമല്ലായിരുന്നോ, അടുത്തത് കഥകളി പിടിക്കടാ എന്ന് മമ്മൂക്ക ഒരു തമാശ രൂപേണ പറഞ്ഞു. ലോഹി കഥകൾ തന്നെ പിടിച്ചു. സിനിമ കമലദളം. അതും വലിയ വിജയമായിട്ട് മാറി. അതോടുകൂടി അവർ പ്രണവ് ആർട്സിൻ്റെ സിനിമകൾ ചെയ്യുന്ന നിർത്തി, സ്നേഹപൂർവ്വം ഒഴിഞ്ഞു മാറി. കാരണം എല്ലാ വിജയങ്ങളാവുമ്പോഴേ പ്രഷറും കൂടുമല്ലോ. അതുകൊണ്ട് അവർ അടുത്തതും വിജയിപ്പിക്കാനുള്ളൊരു പ്രഷർ, അതുകൊണ്ട് അവർ ഒഴിഞ്ഞു. പിന്നീട് പല സംവിധായകരും പ്രണവ് ആർട്സിൻ്റെ സിനിമകൾ ചെയ്തു, വലിയ വിജയങ്ങൾ കൊയ്തു, ചിലതൊക്കെ പരാജയങ്ങളായി. ഞാൻ പറയാൻ പോകുന്ന കാര്യം അതൊന്നുമല്ല. സിബി മലയിൽ ലോഹിതദാസ് ടീം പ്രണവ് ആർട്സിന് വേണ്ടി അല്ലാതെയും സിനിമകൾ ചെയ്തു. അറിയാം, സേതുമാധവൻ്റെ കഥ പറഞ്ഞ കിരീടം, രണ്ടാം ഭാഗമായ അതിൻ്റെ ചെങ്കോൽ. ഇതൊന്നുമല്ലാതെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു സിനിമയുണ്ട്. സാഗ ഫിലിംസിന് വേണ്ടി സിബി ലോഹി ടീം ഒരുക്കിയ ദശരഥം. ആ കാലത്ത് ആ സിനിമ വലിയ വിജയമൊന്നുമായില്ലെങ്കിലും ഇന്ന് എല്ലാവരും വാഴ്ത്തുന്ന ഒരു സിനിമയായി ഇന്നും നിലനിൽക്കുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. അത്രയ്ക്ക് റെലവൻ്റ് ആയിരുന്നു അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിബി മലയിലിന് ഒരാഗ്രഹം, അതിന് രണ്ടാം ഭാഗം ഉണ്ടാക്കണമെന്ന്. അതിനുള്ള സ്കോപ്പും ആ സിനിമയിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോഹിത് സാറിൻ്റെ വിയോഗത്തിന് ശേഷമാണെന്ന് തോന്നുന്നു മറ്റൊരു തിരക്കഥാകൃത്തിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം അതിൻ്റെ വർക്കുകളെ ഒരുപാട് മുന്നോട്ട് പോയി. ഒരു തിരക്കഥാ രൂപം ഏകദേശം കായികം ചെയ്തു ദശരഥത്തിൻ്റെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിബിക്ക് തോന്നിയത്. അങ്ങനെ അത് ലാലേട്ടനെ കേൾപ്പിക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിന് തോന്നി. പണ്ടൊക്കെ ലാലേട്ടൻ്റെ വാതിലുകൾ സിബിക്കും ലോഹിക്കും മുന്നിൽ മലർക്കെ തുറന്നിട്ട് കിടക്കുകയായിരുന്നു. ഏത് സമയത്ത് അവർക്ക് ചെല്ലാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പല പല ബാരിയേഴ്സ്, പല വേലിക്കെട്ടുകൾ ലാലേട്ടനും എനിക്കും ഇടയിലുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ സിബി മലയിൽ സങ്കടം പറയുന്നത് കേട്ടു. അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ദശരഥം രണ്ടാം ഭാഗത്തിന് തിരക്കഥ എത്തിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. പ്രോജക്റ്റ് ഇപ്പോഴും ഓൺ ആയിട്ടില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ലാലേട്ടനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയതിൽ നിർണായക പങ്കുവഹിച്ച സിനിമയായിരുന്നല്ലോ രാജാവിൻ്റെ മകൻ. തമ്പി കണ്ണന്താനം, ഡെന്നിസ് ജോസഫ് ടീമിൻ്റെതായിരുന്നു ആ ചിത്രം. അവർ പിന്നീട് വഴിയോര കാഴ്ചകൾ, ഇന്ദ്രജാലം, ഭൂമിയിലെ രാജാക്കന്മാർ തുടങ്ങിയ സിനിമകൾ ഒന്നിച്ചു. എല്ലാം ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ മാന്ത്രിക എന്ന സിനിമ തമ്പി കണ്ണന്താനം മറ്റൊരു തിരക്കഥാകൃത്ത് ബാബു പൊള്ളാശ്ശേരിയുടെ തിരക്കഥയിൽ ചെയ്തു. പിന്നെ നാടോടി ടീറസാക്കിൻ്റെ തിരക്കഥയിൽ ചെയ്തു. ഇതെല്ലാം വലിയ വിജയങ്ങളായിരുന്നു. പക്ഷേ പ്രണവ് ആർട്സിൻ്റെയോ ആശീർവാദ് സിനിമാസിൻ്റെ ഒരു സിനിമയും തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കേമധു, 20-ാം നൂറ്റാണ്ടിൻ്റെ സംവിധായകൻ. കേമധു എസ് എൻ സ്വാമി ടീമിൻ്റെ തരം 20-ാം നൂറ്റാണ്ട്. സൂപ്പർ സ്റ്റാർ പദവി അരക്കിട്ടുറപ്പിച്ച സിനിമ ലാലേട്ടൻ. അതിനുശേഷം കേമധു ലാലേട്ടൻ വെച്ച 3-ാം മുറ ചെയ്തു എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ. പിന്നീട് ജഗദീഷിൻ്റെ തിരക്കഥയിൽ ചെയ്ത അധിപൻ വലിയ വിജയമായി മാറിയില്ല. ആ സിനിമയുടെ സെറ്റിലാണെന്ന് തോന്നുന്നു. ഞാൻ അന്ന് ന്യൂസ് മാഗസിനിൽ എന്തോ വായിച്ചാണ്, എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം ഇവരിലിടയിൽ ഉണ്ടാകുകയും പിന്നീട് ഒരു സിനിമയിലും കേമധുവിൻ്റെ സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടില്ല.
ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ചതുരംഗം എന്നൊരു സിനിമ വരുന്നത്. ആ സിനിമയും ഫെയിലിയർ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ ആ ടീമിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ അപ്കമിങ് പ്രോജക്റ്റുകളിലൊന്നും ഒരു കേമുതു ചിത്രം വിദൂര സാധ്യത പോലും ഞാൻ കാണുന്നില്ല. അപ്പോൾ സിനിമ അങ്ങനെയാണ്, വിജയിക്കുന്നവർക്കാണ് എപ്പോഴും പ്രാധാന്യം വരുന്നത്. ഇത് ഒരു കുറ്റം പറച്ചിലല്ല, ഒരു എളിയ സിനിമാസ്വാദകൻ എന്ന നിലയിലുള്ള വെറും സങ്കടം പറച്ചിൽ മാത്രമായിട്ട് തന്നെ കണ്ടാൽ മതി. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് പ്ലേ ഹൗസ് മമ്മൂട്ടി കമ്പനി വിശേഷങ്ങളാണ്. അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.